ഹായ്, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റിന്റെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്ത് കിട്ടും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ ഞാൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഷോപ്പ് കീപ്പർ ഓഫേഴ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 20% ഓൺ ദി മാർക്കറ്റ് പ്രൈസ്. On the special sale day, he offers an extra 25% off coupon after the first discount. If the article was sold at rupees 3,600, then രണ്ട് ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദി കോസ്റ്റ് പ്രൈസ് if the shopkeeper still makes a profit of 80% on the whole after discount is applied. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടോ നോക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആൻസർ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇവിടെ നമുക്ക് ഡൗട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ഡിസ്കൗണ്ട് പറയുന്നുണ്ട്. ആദ്യമായ റെഗുലർ ഡിസ്കൗണ്ട് ഒരു 20% കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഓഫർ ഡേ എക്സ്ട്രാ 25% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് അയാൾ എന്ത് കൊടുത്തു? ഒരു ഡിസ്കൗണ്ട് 20% കൊടുത്തു. അതിനുശേഷം അഡീഷണൽ ഇതിന്റെ മുകളിൽ വീണ്ടും ഒരു 25% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നുന്നത്, നമ്മൾ വിചാരിക്കും ഓവറോൾ ഡിസ്കൗണ്ട് 20+25 45% ഡിസ്കൗണ്ട് എന്ന് വിചാരിക്കും. പക്ഷേ ഇത് തെറ്റാണ്. നമ്മൾ ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ആദ്യം ഒരു 20% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നല്ലോ, രണ്ടാമത് വീണ്ടും ഒരു 25% ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ 20+25 45 എന്ന് വിചാരിക്കരുത്. തെറ്റാണ്. അപ്പൊ ഇങ്ങനെ ഡിസ്കൗണ്ട് പെർസെന്റേജ് തന്നാൽ അത് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ തന്നിരിക്കുന്ന ഈ 20% ഡിസ്കൗണ്ടും 25% ഡിസ്കൗണ്ട് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡിഫറെന്റ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന എത്ര ഡിസ്കൗണ്ട് ഉണ്ടോ 20, 25, 10 അങ്ങനെ 3 ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ എത്ര ഡിസ്കൗണ്ട് ഉണ്ടോ അതിന്റെ എഫക്റ്റീവ് പെർസെന്റേജ് എടുക്കുക. എഫക്റ്റീവ് പെർസെന്റേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് X% ഇൻറ്റു Y%. ഇതാണ് എഫക്റ്റീവ് പെർസെന്റേജ്. ഏതെങ്കിലും ഒരു പെർസെന്റേജിനെ വേറൊരു പെർസെന്റേജിനെ മൾട്ടിപ്പിൾ ചെയ്തതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? X + Y + XY/100% ഒറ്റയടിക്ക് എഴുതാം. ഒരു X% ഇൻറ്റു Y%നെ നമുക്ക് എന്തെടുക്കാം? X + Y + XY/100 എന്ന് പറഞ്ഞ മെത്തേഡിൽ എടുക്കാം. അതേ കാര്യമാണ് ഇവിടെ എടുക്കേണ്ടത്. ഒരു 20% ഡിസ്കൗണ്ട് ഇൻറ്റു 25% ഡിസ്കൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ കിഴിവാണ്, കുറയ്ക്കുകയാണ് അല്ലേ. ഡിസ്കൗണ്ട് വെച്ചാൽ ആക്ച്വൽ MRP നിന്നും 20% കുറയ്ക്കുകയാണ്. അപ്പം ഡൗൺ ചെയ്യുന്ന സാധനത്തിന് നമ്മൾ എന്തായാലും എടുക്കണ്ടേ? നെഗറ്റീവ് വെച്ചെടുക്കണം. അപ്പം ഇത് X ഇത് Y ആണെങ്കിൽ -20 -25. കാരണം എന്താണ്? രണ്ടും നെഗറ്റീവ് ആണ്. നമുക്ക് X + Y + XY/100 ആയിരുന്നു. അതിന്റെ X -20 ആണ്, Y -25 ആണ്. കാരണം ഇത് രണ്ട് ഡിസ്കൗണ്ട് ആണ്, ഡിസ്കൗണ്ട് കുറയ്ക്കുകയാണ്. പ്രോഫിറ്റ് ആണെങ്കിലോ ഒരു പ്രോഫിറ്റ് പെർസെന്റേജിന് വേണ്ടി വീണ്ടും ഒരു പെർസെന്റേജ്. അപ്പൊ രണ്ട് പ്ലസ് ആണ്. ലോസ് ആണെങ്കിലോ -20 -25. ലോസ് ആണെങ്കിലും കുറയല്ലേ. അപ്പൊ അതേ കൺസെപ്റ്റിലാണ് എടുക്കേണ്ടത്, ഡിസ്കൗണ്ട് എടുക്കേണ്ടത്. കാരണം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു കൺസെപ്റ്റ് ഓർത്തിച്ചേക്കുക. ഇനി അടുത്ത് എന്തായിരിക്കും? X × Y, അതായത് -20 × -25. മൈനസ് ഇൻറ്റു മൈനസ് എന്താകും? പ്ലസ് ആകും. 25 × 20 എത്ര കിട്ടും? 500 എന്ന് കിട്ടും. /100. ഈ ഒരു ഇക്വേഷൻ മനസ്സിലായോ? എഫക്റ്റീവ് പെർസെന്റേജ് ഓഫ് ഡിസ്കൗണ്ട് ഓഫ് 20 × 25. 20% × 25%. അതിന്റെ എഫക്റ്റീവ് എത്ര പെർസെന്റേജ് എന്ന് കണ്ടുപിടിക്കാം? -20 -25 + 500/100 എത്ര കിട്ടും? -20 -25 -45 + 5. ആൻസർ എത്ര കിട്ടും? 40 -40 കിട്ടും. അതായത് എഫക്റ്റീവ്ലി എത്ര പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്? 40% ഡിസ്കൗണ്ട് ആണ് എഫക്റ്റീവ് വരുന്നത്. അതായത് 20%ന്റെയും 25%ന്റെയും എഫക്റ്റീവ് ഡിസ്കൗണ്ട് നമുക്ക് എത്ര കിട്ടുന്നുള്ളൂ? 40% കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു എഫക്റ്റീവ് പെർസെന്റേജ് മെത്തേഡിൽ ഇത് കണ്ടുപിടിക്കുക, ഓർത്തേക്കുക. ഇത് അറിയില്ലെങ്കിൽ വേറൊരു മെത്തേഡും കൂടി ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ. ഞാൻ അതും കൂടി ജസ്റ്റ് പറഞ്ഞുതരാം. കുറച്ച് പേർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ വിചാരിച്ചു എന്റെ MRP നമുക്ക് ഇങ്ങനെ വിചാരിക്കാം. എന്റെ MRP 100 രൂപയാണെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു? 20% ഡിസ്കൗണ്ട് കൊടുത്തു. 20% 100 എത്രയാ? 20 rupees. അപ്പൊ 20 rupees കിഴിച്ചു കൊടുത്തു. അപ്പൊ എത്രയായിരിക്കും ഇനി എന്റെ അടുത്ത സെല്ലിംഗ് പ്രൈസ്? ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? 80 rupees ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഈ വിലക്കല്ല കൊടുത്ത അഡീഷണൽ 25% ഡിസ്കൗണ്ട് കൊടുത്തു. വീണ്ടും ഒരു ഡിസ്കൗണ്ട് കൊടുത്തു 25% ഡിസ്കൗണ്ട് കൊടുത്തു. എങ്കിൽ എത്രയായിരിക്കും? 25% 80 എത്രയാ? 20 rupees. 80 × 25%. 8 × 25% 80/4 എത്ര കിട്ടും? 20 rupees. വീണ്ടും ഒരു 20 rupees കുറയ്ക്കണം. എവിടെ? ഇതിൽ നിന്നും 20 rupees കുറയ്ക്കണം. എങ്കിൽ എന്റെ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 80 - 20 40 rupees ആയിരിക്കും. അതായത് ഞാൻ വിൽക്കുന്ന 80 - 20 60 rupees.
എന്റെ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 60 റുപ്പീസ്. അതായത് 100 രൂപ വിലയുള്ള ഒരു സാധനം ഞാൻ 60 രൂപയ്ക്കാണ് വിറ്റത് എങ്കിൽ എന്റെ എഫക്റ്റീവ് ഡിസ്കൗണ്ട് എത്ര രൂപ ഞാൻ കുറച്ചു കൊടുത്തു? എത്ര രൂപ കുറച്ചു കൊടുത്തു? 40 റുപ്പീസ് കുറച്ചു കൊടുത്തു. എങ്കിൽ എന്റെ പെർസെന്റേജ് നമ്മൾ പ്രോഫിറ്റ് ബൈ CP in 100 ആയിരുന്നു പ്രോഫിറ്റ് പെർസെന്റേജ്. ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് എന്ത്? ഡിസ്കൗണ്ട് പെർസെന്റേജ്. ഇവിടുത്തെ ഡിസ്കൗണ്ട് എത്രയാ? 40%. ആ 40% ഇവിടെ കിട്ടിയ 40% ഡിസ്കൗണ്ട്. ഈ രണ്ട് രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി വേറൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ആദ്യം 20% പറഞ്ഞിട്ട് പിന്നെ 25% പറഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ കിട്ടിയത്. ആദ്യം 25 പറഞ്ഞിട്ട് പിന്നെ 20 ആണ് പറയുന്നത്, ഇത് കിട്ടുമോ എന്ന് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ഈ 20ക്ക് പോകാൻ ആദ്യം 25 എടുത്തിട്ട് ആ കിട്ടിയ വാല്യൂവിന്റെ 20% എടുത്താലും നിങ്ങൾക്ക് സെയിം സെല്ലിംഗ് പ്രൈസ് തന്നെയാണ് കിട്ടുന്നത്. ഇത് തിരിഞ്ഞു പോയത് കൊണ്ട് ഡൗട്ട് ഒന്നും വിചാരിക്കേണ്ട. തിരിഞ്ഞെന്ന് വെച്ചിട്ട് ആൻസർ തെറ്റാനൊന്നും പോകുന്നില്ല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ഇനി ഒരു അഡീഷണൽ 10% കൂടി ഉണ്ടെന്ന് വിചാരിക്കും. ഈ സെയിം ക്വസ്റ്റിനകത്ത് അഡീഷണൽ 10% കൂടി ഉണ്ട് എങ്കിൽ എന്തെടുക്കുക? ഈ 60ന്റെ ഒരു 10% കൂടി കുറയ്ക്കണം. 60 10% എത്രയാ? 6 റുപ്പീസ്. അതും കൂടി കുറച്ചു. എത്ര കിട്ടി? 54 എന്ന് കിട്ടും സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് 54 ആണെങ്കിൽ എന്റെ ഡിസ്കൗണ്ട് നേരെ മാറ്റണം. 54 ആണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ 100 - 54 ആയിരിക്കും എന്ത്? ഡിസ്കൗണ്ട്. ആൻസർ എത്ര കിട്ടും? 56% ആയിരിക്കും എന്ത് കിട്ടുന്നത്? ഡിസ്കൗണ്ട്. അപ്പൊ നമ്മുടെ ഡിസ്കൗണ്ട് എത്രയായിരിക്കും? 56% ആയിരിക്കും. അത് എഫക്റ്റീവ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കണം? അപ്പൊ ആൾറെഡി 2 കണ്ടുപിടിച്ച് 40. ഇനി ഈ 40 എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? 40 - 10 -40 - 10 പ്ലസ് 40 × 10 400/100. 40 - 10 എത്ര കിട്ടും? 50 കിട്ടും. -50 കിട്ടും. -50 പ്ലസ് 4 എത്ര കിട്ടും? -46. ഇതേ കാര്യം തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടി. അതായത് 40 കിട്ടിയിരുന്നു ആൾറെഡി. അതിൽ നിന്ന് എന്ത് ചെയ്ത് അഡീഷണൽ ഒരു 10% ഓഫ് 60. ഈ സെല്ലിംഗ് പ്രൈസ് 60 ആയിരുന്നു. 60ന് 10% കുറച്ചു. 54 കിട്ടി. അപ്പം 100 - 54 ശരിയാ. 46 അല്ലേ ഇവിടെ കിട്ടുന്നത്? 46 ഇവിടെ കിട്ടും. 46%. അതേ 46% നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും കിട്ടും. രണ്ടിടത്ത് നമുക്ക് എന്ത് തന്നെ കിട്ടും? 46% കിട്ടും. അപ്പൊ രണ്ടോ അതിലധികമോ ഡിസ്കൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നാലും നമ്മൾ ചുമ്മാ ആഡ് ചെയ്യരുത്. എന്ത് ചെയ്യണം? ഒന്നുകിൽ എഫക്റ്റീവ് പെർസെന്റേജ് ചെയ്യുക, അല്ലെങ്കിൽ 100 ഇങ്ങനെ സെല്ലിംഗ് പ്രൈസ് കുറച്ച് വെക്കുക. ഫൈനൽ സെല്ലിംഗ് പ്രൈസ് കിട്ടുക. ആ സെല്ലിംഗ് പ്രൈസ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന്, അതായത് 100 മാറ്റി നോക്കുക. അപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിസ്കൗണ്ട് പെർസെന്റേജ് കിട്ടും. ഈ രണ്ട് മെത്തേഡിൽ ഏത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇവിടെ നമ്മുടെ ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്ര കിട്ടി? എഫക്റ്റീവ്ലി 40% കിട്ടും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ സെയിം ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ക്ലർക്ക് ലെവലിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണം. കാരണം ഇതൊക്കെ അറിയാമെങ്കിൽ ആൻസർ കിട്ടും. അറിയാത്തവർക്ക് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടി? ഡിസ്കൗണ്ട്, എഫക്റ്റീവ് ഡിസ്കൗണ്ട് പെർസെന്റേജ് എവിടെ എത്രയെന്ന് കിട്ടി? 40% നമുക്ക് കിട്ടി. അപ്പൊ 40% ഡിസ്കൗണ്ടിലാണ് വിറ്റത് മനസ്സിലായി. എന്നിട്ട് പറയുന്നു ദ ആർട്ടിക്കിൾ വാസ് സോൾഡ് അറ്റ് ₹3,600. സെല്ലിംഗ് പ്രൈസ് നമുക്കറിയാം 3,600 റുപ്പീസ് ആണ്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദി മാർക്കറ്റ് പ്രൈസ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഡിസ്കൗണ്ടും സെല്ലിംഗ് പ്രൈസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കും. കാരണം മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏതോ ഒരു സാധനം, അതായത് 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെന്റേജ് ബൈ 100 ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു. ഏതോ ഒരു മാർക്കറ്റ് പ്രൈസിൽ നിന്നും 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെന്റേജ് കുറച്ചാൽ അങ്ങനെ വിൽക്കുന്നതായിരിക്കും നമ്മുടെ എന്ത്? സെല്ലിംഗ് പ്രൈസ്. എങ്കിൽ മാർക്കറ്റ് പ്രൈസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 മൈനസ് 40% ബൈ 100 ആണ് ഇവിടുത്തെ എന്ത്? സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? 3,600. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? മാർക്കറ്റ് പ്രൈസ് അല്ലേ? എങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ എത്ര കിട്ടും? മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 3,600 ഇൻറ്റു 100 ബൈ 100 മൈനസ് 40 എത്ര കിട്ടും? 16 കിട്ടും. ഈ 16 ഈ 360 പോയി എത്ര കിട്ടും? 16 കിട്ടും. 3,600 ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 16 കിട്ടും. MRP എത്ര കിട്ടി? 6,000 കിട്ടും. അതായത് ഈ ഒരു ആർട്ടിക്കിളിന്റെ MRP എത്രയെന്ന് കിട്ടും? 6,000 റുപ്പീസ് കിട്ടും. എങ്ങനെയായിരുന്നു? ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. എങ്ങനെയായിരുന്നു? ഏതൊരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടെങ്കിലും ആ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഡിസ്കൗണ്ട് കിഴിച്ചാൽ ബാക്കിയുള്ള വിലയ്ക്ക് വിൽക്കുന്നതാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. ഇവിടെ ഡിസ്കൗണ്ട് എത്രയായിരുന്നു? 40% ആയിരുന്നു ഡിസ്കൗണ്ട്. എങ്കിൽ ആ MRPയിൽ നിന്നും 40% ഡിസ്കൗണ്ട് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള വിലയ്ക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? അത് വിറ്റിട്ടുണ്ടാവുക. ശ്രദ്ധിച്ചോ? അതായത് എത്രയാണോ MRP അതിന്റെ 40% ഞാൻ കൊടുക്കുന്നില്ല. ബാക്കിയുള്ള 60% വിറ്റാണെങ്കിൽ എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഈ സെയിം കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ എഴുതിയേക്കുന്നത്. MRPയുടെ 60% വിറ്റാൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. MRPയുടെ 60% എത്രയാണ് നോക്കുന്നു? അതായിരിക്കും നമ്മുടെ എന്ത്? സെല്ലിംഗ് പ്രൈസ്. അല്ല, മാർക്കറ്റ് പ്രൈസ്. അതായിരിക്കും സെല്ലിംഗ് പ്രൈസ് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് അന്നും മാർക്കറ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ മാർക്കറ്റ് പ്രൈസ് നോക്കി എത്ര കിട്ടി? 6,000 റുപ്പീസ് കിട്ടി മാർക്കറ്റ് പ്രൈസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് പ്രൈസ് നമുക്ക് മനസ്സിലായി എത്രയാണെന്ന്? 6,000 റുപ്പീസ് ആണ്. എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ്.
ദ ഷോപ്പ് കീപ്പർ സ്റ്റിൽ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 80%. നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് ഇവിടെ എത്രയാണെന്ന് 6,000 rupees ആണെന്ന്. ഇനി പറയുന്നു പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണെന്ന് പറയുന്നു 80% ഓഫ് ദി ഹോൾ ട്രാൻസാക്ഷൻ. എല്ലാ ഡിസ്കൗണ്ടും കൊടുത്ത് കഴിഞ്ഞിട്ട് അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട് 80% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ സെല്ല് ചെയ്യുന്ന എത്ര രൂപയ്ക്കായിരുന്നു സെല്ലിംഗ് പ്രൈസ് 3,600 rupees അയാൾ വിൽക്കുന്നത്. അയാൾ എത്ര എന്ത് ഡിസ്കൗണ്ട് എന്തോ ആയിക്കോട്ടെ അയാൾ വിൽക്കുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട് 3,600 രൂപ കിട്ടുന്നുണ്ട്. 3,600 രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. നമ്മൾ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. അയാൾ വിൽക്കുന്ന പ്രൈസ് ഇവിടെ ആൾറെഡി തന്നിട്ടുണ്ട്. അയാളുടെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 3,600 rupees ആണ്. എത്ര ഡിസ്കൗണ്ടോ എത്ര പെർസെന്റേജ് ആയിക്കോട്ടെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെന്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ആളുടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, മാർക്കറ്റ് പ്രൈസോ ഡിസ്കൗണ്ട് പെർസെന്റേജ് വേറെ ഒന്നും നോക്കണ്ട. നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റെന്നറിയാം, നമ്മുടെ പ്രോഫിറ്റ് പെർസെന്റേജ് അറിയാം. CP100 ഇക്വേഷൻ എന്തായിരുന്നു 100 SP ഡിവൈഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ്. 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാ 180. 100 പ്ലസ് 80 180. സോൾവ് ചെയ്യാം. 180 360 എത്ര കിട്ടും 2 കിട്ടും. കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു 2,000 rupees സാധനമായിരുന്നു. എന്നുവെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു 2,000 rupees സാധനം ഉണ്ടായിരുന്നു. ആ 2,000 rupees സാധനം അയാൾ വാങ്ങിച്ചു, എന്നിട്ട് കടയിൽ വിൽക്കാൻ വെച്ചപ്പോൾ അതിന് MRP കിട്ടു. എത്ര MRP കിട്ടു 6,000 രൂപ MRP കിട്ടു. ഈ 2,000 രൂപയുടെ സാധനത്തിന് അയാൾ എന്ത് ചെയ്തു 6,000 രൂപ MRP കിട്ടു. 2,000 രൂപയുടെ സാധനത്തിന് 6,000 രൂപ MRP കിട്ടു. എന്നിട്ട് അയാൾ ഡിസ്കൗണ്ട് കൊടുത്തു. സാധാരണഗതിയിൽ 20% ഡിസ്കൗണ്ടിലാണ് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഓഫർ സെയിൽ ഡെയിലി വന്നിട്ട് എന്ത് ചെയ്തു അഡീഷണൽ 25% കൂടി ഡിസ്കൗണ്ട് കൊടുത്തു. എന്ന് വെച്ചാൽ ഒരു വാങ്ങുന്ന ആളെ സംബന്ധിച്ച് ആ 6,000 രൂപയുടെ സാധനത്തിന് അവർക്ക് എത്ര ഓഫർ കിട്ടുന്നുണ്ട് 40% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ആൾക്കാരെ സംബന്ധിച്ച് എന്താണ് വലിയൊരു ഡിസ്കൗണ്ട് ആണ്. 6,000 രൂപയുടെ സാധനം 40% കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ 6,000ന്റെ 40 കിഴിച്ച് ബാക്കി 60% വിൽക്കുമ്പോഴാണ് നമുക്ക് എത്ര രൂപ കിട്ടുന്നത് 3,600 രൂപയ്ക്ക് നമുക്ക് ആ സാധനം മേടിക്കാൻ കിട്ടുന്നത്. ആ കടയിൽ 6,000 രൂപയ്ക്ക് വില വെച്ചിരുന്ന സാധനം 40% ഡിസ്കൗണ്ടിൽ നമ്മൾ മേടിച്ചപ്പോൾ നമ്മൾ എത്ര കൊടുക്കേണ്ടി വന്നു 3,600 രൂപ കൊടുക്കേണ്ടി വന്നു. പക്ഷേ 3,600 രൂപയ്ക്ക് ആ കടക്കാരൻ നമുക്കത് വിറ്റപ്പോൾ പോലും അയാൾക്ക് അത് എത്ര ശതമാനം ലാഭം കിട്ടുന്നുണ്ട് 80% ലാഭം. എന്ന് വെച്ചാൽ അതിന്റെ കോസ്റ്റ് പ്രൈസിന്മേൽ 80% ലാഭം കിട്ടുന്നുണ്ട്. കാരണം എന്താ അതിന്റെ കോസ്റ്റ് പ്രൈസ് വെറും 2,000 രൂപ മാത്രമേ ഉള്ളൂ. ആ 2,000 രൂപയുടെ 80% അധികത്തിൽ കിട്ടുന്നുണ്ട്. എപ്പോൾ പോലും ഈ 40% ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ പോലും അല്ലെങ്കിൽ 3,600 രൂപയ്ക്ക് വിൽക്കുമ്പോൾ പോലും അയാൾക്ക് 80% ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ മനസ്സിലാവണം. എന്താണ് ഈ MRPയും സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റ് പെർസെന്റേജും ഈ കോസ്റ്റ് പ്രൈസും എല്ലാം തമ്മിലുള്ള ബന്ധം, ഇവരെല്ലാം ഇതായിട്ട് കണക്റ്റഡ് ആണ്. ഇവരെല്ലാം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. കറക്റ്റായിട്ട് തറവാക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക. കാരണം വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ വന്നാൽ ഏതൊക്കെ രീതിയിൽ കൺവേർട്ട് ചെയ്ത് എടുക്കണം എന്നുള്ളൊരു ഐഡിയ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. എന്ന് നിങ്ങൾ തറവാക്കി തന്നെ പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിനേക്കാൾ കുറച്ച് ഡിഫിക്കൽട്ടി കൂടി വരും. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചെടുത്ത് ചെയ്തു നോക്കുക. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചധികം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അത് വീട്ടിൽ ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെ എടുത്തു തരാം. അതിലൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആണ് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചോദിച്ചാൽ മതി. അതിന്റെ എക്സ്പ്ലെയിൻ വീഡിയോസ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു തരും. അതിലൊന്നും കുഴപ്പമില്ല. നിങ്ങൾ മാക്സിമം പഠിക്കുക, ട്രൈ ചെയ്യുക. കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഈ വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ അതൊക്കെ എടുത്ത് ചെയ്തു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുക. വീട്ടിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കിട്ടുന്നത് മാത്രം നോക്കുക, ബാക്കിയുള്ള ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ശീലം ഒഴിവാക്കുക. മാക്സിമം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. കിട്ടുന്ന സമയങ്ങളെല്ലാം ഉപയോഗിക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം കാണാം. ശരിയെങ്കിൽ ബൈ.